ദുരന്തബാധിതരെ അവഹേളിച്ചോ എന്ന ചോദ്യം, അതിനെന്താ മറുപടി? എങ്ങനെയാണ് ദുരന്തബാധിതരെ അവഹേളിക്കുന്നത്? ഞാൻ ദുരന്തബാധിതർക്കൊപ്പമാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തുടക്കം മുതൽ തോന്നിയിട്ടുള്ള കാര്യം. ഈ വയനാട് ദുരന്തം നടന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ജനം പ്രതികരിച്ചിട്ടുണ്ട്. ജനം പ്രതികരിക്കുക എന്ന് വെച്ചാൽ സഹായങ്ങളായി പ്രതികരിച്ചിട്ടുണ്ട്. ആ ദുരന്ത മുഖത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് SFI ആവട്ടെ, DYFI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, KSU ആവട്ടെ, എല്ലാവരും തന്നെ ഉണർന്നിറങ്ങി ആ മണ്ണിൽ ഇറങ്ങിയ ആളുകളെ തിരയുന്ന ആ കാഴ്ച, അത് മനുഷ്യത്വത്തിന് ഏറ്റവും മനോഹരമായ ദൃശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ആ 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJPയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്താണ്, നമ്മളെല്ലാവരും പണം പിരിച്ചു നൽകുന്നു സർക്കാരിന്. ഈ വയനാട് ദുരന്തത്തിലേക്ക് മാത്രമായിട്ട് 700 കോടിയിലധികം നമ്മൾ പിരിച്ചു നൽകിയിട്ടുണ്ട്. ഞാനും ജിഷ്ണു ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വളരെ വേഗം വീടുകൾ വരുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സർക്കാരിൽ നിന്ന് കേൾക്കുന്നു. പക്ഷേ പലപ്പോഴും അവർ വാടക വീടിൽ കഴിയുന്നവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായി മാസം കൊടുത്തിരുന്ന തുക കിട്ടിയിരുന്നില്ല എന്നും സഹായവുമായി ബന്ധപ്പെട്ട് വീടുകൾ എവിടെയായിരിക്കും എന്നുള്ള ആശങ്കയൊക്കെ തുടക്കകാലത്തുണ്ടായിരുന്നതാണ്. പിന്നീട് സർക്കാർ ഇവർക്കൊക്കെ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ശരി, അത് നന്നായി വേഗത്തിലാവുന്നെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ 2 കൊല്ലമായി. അപ്പോൾ അതിൽ കുറച്ച് പേർ നമുക്ക് വീട് വേണ്ട, ഞങ്ങളായിട്ട് പോയി നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർക്ക് 15 ലക്ഷമാണ് കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് 700 കോടിയിലധികം കൊടുത്തെന്ന് ഓർക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം എന്നുള്ള കണക്ക്, 15 കൊടുത്താൽ മതി എന്നുള്ള കണക്ക് എങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കുക എന്നുള്ള അറിയണം. ഒന്ന്, അതിൽ 410 വീടുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 178 പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 1 താക്കോൽ കൊടുക്കുന്നത്. ആ താക്കോൽ കൊടുക്കുന്നത് വലിയൊരു ചടങ്ങായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വലിയ ചടങ്ങായി തന്നെ എല്ലാവരും തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. ആ 178 വീട്ടുകാർ ഞങ്ങളിതാ ഉടനെ താമസിക്കാൻ പോവുകയാണെന്ന ആശ്വാസത്തിലായിരുന്നു. വീടുകൾ നമുക്ക് പുറമേ നോക്കിയാൽ എല്ലാം നിർമ്മാണം പൂർത്തിയായ വീടുകൾ തന്നെയാണ്, സൗകര്യങ്ങളുള്ള വീടുകളാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അവിടെ വീടിന് എന്താണ് അടിസ്ഥാനപരമായ വെള്ളം, വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം വിഷുവാണ്, വിഷു ദിവസവും അവർ വാടക വീട്ടിലാണ്. ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. മാത്രമല്ല, അവർക്ക് ദിവസം കൊടുത്തിരുന്ന തുക അതുപോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന പരാതി വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു വാർത്ത, ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്ന ആ 178-ൽ 40 മാത്രമാണ് പൂർണ്ണമായും താമസിക്കാൻ പാകത്തിൽ ആയിരിക്കുന്നത് ഈ നിമിഷം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എത്ര വൈകും? സർക്കാർ ഇപ്പോൾ കാവൽ സർക്കാരാണല്ലോ. ഇനി എത്ര വൈകും? അപ്പോൾ ആ ചോദ്യം ചോദിച്ചുകൂടെ? ആ ചോദ്യത്തിൽ കുഴപ്പമുണ്ടോ? ആ ചോദ്യം ചോദിക്കുന്നതിന് എന്താണ് മടി? അപ്പോൾ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിനെ ഒരു തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിതാ ചെയ്യുന്നു, ഞങ്ങളിതാ മുഴുവൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അതിലൊരുമാതിരി ഒരു ഔദാര്യത്തിൻ്റെ ഭാഷ വരുന്നുണ്ട്. ആ ഭാഷ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ട് ഞാൻ പലപ്പോഴായി അത് പറഞ്ഞിട്ടുള്ളതാണ്.